സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. പാലക്കാട് കരിമ്പുഴ സ്വദേശി ജിജോ മോഹനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. PTM HSS സ്കൂൾ അധ്യാപകനാണ്. ജില്ലയിൽ ഒരാഴ്ചക്കിടെ മൂന്നാമത്തെ മരണമാണ്. ഈ വർഷം ഇതുവരെ 5 പേരാണ് പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. പകർച്ചവ്യാധിയിൽ വലയുകയാണ് സംസ്ഥാനമൊട്ടാകെ. ഡെങ്കിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പാലക്കാട് കരിമ്പുഴ സ്വദേശി ജിജോ മോഹനാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ജിജോ മോഹൻ മരിക്കുന്നത്. PTM HSS സ്കൂൾ അധ്യാപകൻ കൂടിയാണ് ജിജോ മോഹൻ. ജില്ലയിൽ ഒരാഴ്ചക്കിടെ ഇതിപ്പോൾ മൂന്നാമത്തെ മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വർഷം ഇതുവരെ 5 പേരാണ് പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ ആശങ്ക ഉയരുന്നുണ്ട്. പകർച്ചവ്യാധികളുടെ ഇത്തരത്തിലുള്ള ഒരു വ്യാപനം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഡെങ്കിപ്പനിക്ക് പുറമെ ഷിഗല്ലയും നിപ്പയും മലേറിയയും ഒക്കെ വലിയ ആശങ്ക തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഡെങ്കിപ്പനി ബാധിച്ച് വീണ്ടും ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു. ഒരാഴ്ചക്കിടെ ഇതിപ്പോൾ മൂന്നാമത്തെ മരണമാണ് ഡെങ്കിപ്പനി ബാധിച്ചിരിക്കുന്നത് തുടർന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ 5 പേരാണ് പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളിലോട്ടൊക്കെ കടക്കേണ്ടതുണ്ട്. എല്ലാ ജില്ലകളിലും വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശുചിത്വമുള്ള രീതിയിൽ തന്നെ എല്ലാവരും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശുചിത്വമുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിക്കാൻ ശ്രമിക്കുക. ഏറ്റവും സുരക്ഷിതരായി തന്നെ ഇരിക്കാനാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും മുന്നറിയിപ്പ് ലഭിക്കുന്നത്. എന്തായാലും വലിയ ഒരു ആശങ്ക തന്നെയാണ്. ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ചിരിക്കുകയാണ്. പാലക്കാട് കരിമ്പുഴ സ്വദേശി ജിജോ മോഹനാണ് മരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വിളിച്ച ഉന്നതതല അവലോകന യോഗം ഇന്ന് ചേരും. ജില്ലാ കളക്ടർമാരും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് ഇത്തരത്തിൽ വ്യാപിക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി വിളിച്ച ഉന്നതതല അവലോകന യോഗമൊക്കെ ഇന്ന് ചേരുകയാണ്. പ്രധാനമായും എന്ത് നടപടികൾ, എന്ത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒക്കെ എടുക്കണമെന്നതാണോ ഈ ഒരു യോഗത്തിൽ അവലോകനം ചെയ്യുക? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കേരളത്തെ സംബന്ധിച്ച് പകർച്ചവ്യാധി ഭീഷണി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഷിഗല്ലയുടെ വ്യാപനമൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇത്തരത്തിലൊരു അവലോകന യോഗം ഇപ്പോൾ, അതായത് ഇന്ന് 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരിക്കും ഈ യോഗം നടക്കുക. ഈ യോഗം ഓൺലൈനായിട്ടാണ് നടക്കുക. കളക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടാകും. വളരെ വിശദമായി തന്നെ സംസ്ഥാനത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അവിടെ ചർച്ച ഉണ്ടാകുന്നതായിരിക്കും. എന്തൊക്കെ നടപടികളാണ് ഇത്തരത്തിൽ പകർച്ചവ്യാധി വ്യാപനം തടയാൻ എടുക്കേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഈ ചർച്ചയ്ക്ക് വഴി ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണ് ഒരു പവർ കമ്മിറ്റി രൂപീകരിച്ചത്. അതായത് ഈ പകർച്ചവ്യാധി വ്യാപനം തടയാൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടൊരു പവർ കമ്മിറ്റി യോഗം ഇന്നലെ തീരുമാനിച്ചിരുന്നു. അവർ കൃത്യമായി തന്നെ ഇന്ന് തന്നെ ചുമതല ഏറ്റെടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കുന്നതായിരിക്കും. അതായത് തദ്ദേശ വകുപ്പും ആരോഗ്യ വകുപ്പും കൂടാതെ തന്നെ മൃഗ സംരക്ഷണ വകുപ്പും എല്ലാം കൂടി സംയുക്തമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഈ പവർ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുക. എന്തായാലും സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം തടയാനുള്ള പ്രവർത്തനങ്ങൾ ഏതായാലും പുരോഗമിക്കുക, എത്തരത്തിൽ പുരോഗമിക്കണം, എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന കാര്യങ്ങളാവും ഇന്നത്തെ ഈ 12 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ഉണ്ടാവുക. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും ഉന്നതതല യോഗം ചേരുന്നുണ്ട്. യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപർണ, തുടരുക. PM ശ്രീ കരാറിലെ തുടർ നടപടികൾ മന്ത്രിസഭായോഗം ഇന്ന് ചർച്ച ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ടായി അവതരിപ്പിക്കും. അന്തിമ തീരുമാനം UDF-ന് വിടാൻ ധാരണയായേക്കും. വിവരങ്ങളുമായി അപർണ തന്നെയാണ് നമുക്കൊപ്പം ഉള്ളത്. അപർണ, PM ശ്രീ കരാറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് UDF ഈ ഒരു PM ശ്രീ നടപ്പിലാക്കില്ല എന്നൊരു നിലപാടിലായിരുന്നു ഇരുന്നത്. ഇപ്പോൾ ഭരണത്തിലേറിയിരിക്കുന്നു. ഇപ്പോഴും ഈ ഒരു നടപടി, ഈ ഒരു നിലപാടിൽ തന്നെ തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഈ ഒരു മന്ത്രിസഭാ യോഗത്തിലാണ് നമുക്ക് തീരുമാനം അറിയാൻ സാധിക്കുന്നത്. അത് തന്നെയാണോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്?
അരുണിമ 9 മണിക്ക് തന്നെ മന്ത്രിസഭാ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും മന്ത്രിസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് PM ശ്രീ കരാറുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും. പ്രതിപക്ഷത്തിരുന്ന വേളയിലൊക്കെ തന്നെ ഈ PM ശ്രീ കരാറിനെ എതിർത്ത ഒരു നിലപാടാണ് UDF-നുണ്ടായിരുന്നത്. അതേ നിലപാട് തന്നെയാണ് തങ്ങൾ ഇപ്പോഴും തുടരുന്നതെന്ന് UDF ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു നിയമവശം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് LDF അധികാരത്തിലിരുന്ന സമയത്താണ് ഈ PM ശ്രീ കരാറിൽ ഒപ്പുവെക്കുന്നത്. അത് അത്ര വേഗമൊന്നും റദ്ദാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതിന് നിയമവശങ്ങളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതായിരിക്കും UDF സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമായ ഒരു വിഷയം എന്ന് പറയുന്നത്. അതായത് LDF സർക്കാർ PM ശ്രീ കരാറിൽ ഒപ്പുവെക്കുന്നു. അത് യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കാതെ അല്ലെങ്കിൽ നിയമ സാധ്യതകൾ അന്വേഷിക്കാതെയാണ് റദ്ദാക്കുന്നത്. അത്തരത്തിലൊരു റദ്ദാക്കൽ ഈ കരാറിന് സാധ്യമാകുന്നതല്ല. അതിന് വിശദമായ നിയമ സാധ്യതകളുണ്ട്, നിയമവശങ്ങളുണ്ട്. അതൊന്നും മുന്നിൽ നോക്കാതെ അല്ലെങ്കിൽ അതൊന്നും കണക്കാക്കാതെയാണ് ഇത്തരത്തിൽ LDF ഈ കരാർ റദ്ദാക്കിയ ഒരു സാഹചര്യമുള്ളത്. UDF-നെ സംബന്ധിച്ചുള്ള ഈ കരാർ അത്ര വേഗമൊന്നും തന്നെ റദ്ദാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. എന്തായാലും PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ഇന്ന് മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് ഉണ്ടാവുക. വിദ്യാഭ്യാസ മന്ത്രി ഇതിൻ്റെ കൃത്യമായ ഒരു റിപ്പോർട്ട് മന്ത്രിസഭയിൽ അവതരിപ്പിക്കും. മന്ത്രിസഭാ യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടാകും എന്നത് വളരെയേറെ നിർണായകമാകും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയിൽ നിന്ന് ഇത് UDF-ലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്ക് എന്ത് നിലപാടെടുക്കും എന്നുള്ളതായിരിക്കും ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക. അരുണിമ. ശരി, വ്യക്തമാണ്. PM ശ്രീ കരാറിലെ തുടർ നടപടികളൊക്കെ മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ടായിട്ടൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. എന്തായാലും അന്തിമ തീരുമാനമൊക്കെ UDF-ന് വിടാനാണ് ധാരണയായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്.